ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ നമ്മുടെ ഉദയഭാനുവിനെ ഫോണിൽ വിളിച്ച് 10 ലക്ഷം രൂപയുടെ കാര്യം സംസാരിക്കാൻ തുടങ്ങാണ്. ഈ സമയത്ത് ഉദയഭാനു ആണെങ്കിൽ ഫോണിൽ ഗെയിമോ വേറെന്തോ റീൽസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ബാലൻ്റെ കോള് വരുന്നത്. കാണുമ്പോൾ തന്നെ ഉദയഭാനു ടെൻഷൻ ആവുകയാണ്. ദൈവമേ, അയാൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ വിളിക്കുന്നത്? അങ്ങനെ ഫോൺ എടുത്തിട്ട് ഉദയഭാനുവിനോട് ബാലൻ ചോദിക്കുന്നുണ്ട്, ഉദയഭാനു സാറേ തിരക്കാണോ എന്ന്. പെട്ടെന്ന് തിരക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫോൺ എടുത്ത് അതിലേക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന പോലുള്ള റീൽസ് എടുത്തിട്ട് ആ ശബ്ദം ഈ ഫോണിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര ബ്ലോക്കിലാണ്, വണ്ടിയിലിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ബാലൻ്റെ കോള് വന്നതേ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാലനല്ലേ ആള്? കൊള്ളാം ഹെടാ, നീ ടി വിയുടെ അടുത്ത് ഫോൺ കൊണ്ടുവച്ചിട്ട് സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഉദയഭാനു സാർ കാറിൽ പൊക്കോണ്ടിരിക്കുവാന്നല്ലേ പറഞ്ഞത്? എന്തായാലും എ സി ഉള്ള കാറായിരിക്കുമല്ലോ, അപ്പോൾ 4 പാടും അടച്ചിട്ടിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അകത്തിരിക്കുന്ന ഒരാളിനെ പുറത്തുള്ള തിരക്കും ബഹളമൊന്നും എങ്ങനെ കേൾക്കാൻ പറ്റും? അതൊരു പ്രശ്നമല്ലല്ലോ. ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കാൻ പറ്റില്ലേ ഉദയഭാനു സാറേ? അപ്പോൾ ഉദയഭാനു മനസ്സിൽ വരിക്കും, ബാല, നീ ആൾ കൊള്ളാം, നീ ഇവിടെ ജനിക്കേണ്ടവനൊന്നും അല്ല, അപാര ബുദ്ധി എന്നെ ഇവിടെ. എന്നിട്ട് ബാല, അതെ, ഞാൻ വേറൊന്നും കൊണ്ടല്ല, പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്, ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുകയാണ്, അതുകൊണ്ടാണ്. അത് ശരി, ബാലൻ എന്തായാലും ആൾ കൊള്ളാം കേട്ടോ, നല്ല ബുദ്ധിയാണല്ലോ. എന്തായാലും ബാലനെ ഒരു ഗോമതി സ്റ്റോർ നടത്തേണ്ട ആളൊന്നുമല്ല, നല്ലൊരു പോലീസുകാരനാവണം, അതാണ് വേണ്ടിയിരുന്നത് എന്നിങ്ങനെ ഉദയഭാനു പറയുമ്പോൾ ബാലൻ പറയണം, പോലീസോ? ഞാനോ? അത് ശരിയാ, ഞാനെങ്ങാനും പോലീസായിരുന്നെങ്കിലേ ഈ നാട്ടിലെ കുറേ തരികിട കള്ളന്മാരുണ്ട്, അവന്മാരൊക്കെ ഇന്ന് പാകത്തായേനെന്ന് പറയുമ്പോൾ ദൈവമേ, എന്നെ ഉദ്ദേശിച്ചാണോ ഇയാൾ പറയണത് എന്നിങ്ങനെ അവിടെ ഇരുന്നും കൊണ്ട് ഒന്ന് ഞെട്ടുവാണ് നമ്മുടെ ഉദയഭാനു. അല്ല ബാല, എന്തിനാണിപ്പോൾ വിളിച്ചത്? അല്ല സാറങ്ങ് മറന്നോ? എനിക്ക് ഇവിടെ ഈ ഗോമതി സ്റ്റോർ പുതുക്കി പണിയാനായിട്ട് 10 ലക്ഷം രൂപ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? സമയം കഴിഞ്ഞു, പിന്നെ ബാങ്കിലെന്തോ പ്രോബ്ലമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നില്ല. അയ്യോ ബാല, അത് തന്നെയാണ് കാര്യം, ബാങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് തീർന്നാലോടെ ഞാൻ തരാം. അല്ല എന്നാലും എത്ര ദിവസം എടുക്കും? ഞാൻ എഞ്ചിനീയറോട് വാക്ക് പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. അല്ല, അടുത്ത ആഴ്ച നീ കിട്ടണം, ഞാൻ സാറിനെ വിശ്വസിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അതിനെന്താ ബാല, തരാമെന്ന് പറഞ്ഞാൽ തരാമല്ലോ. ഉദയഭാനു സാറിൻ്റെ കയ്യിൽ പൈസ ഉള്ളിടത്തോളം കാലം ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. ശരി, എന്നാൽ പിന്നെ വെക്കട്ടെ. വെച്ചോ, അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച വീണ്ടും ഒന്നുകൂടെ വിളിക്കുവേ. ശരി എന്നും പറഞ്ഞു ഫോണും വയ്ക്കുകയാണ്. എന്നിട്ട് ഉദയഭാനു ഫോൺ വെച്ച് കഴിയുമ്പോൾ അയാൾ ആകെ ടെൻഷനായി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാലനോട് നമ്മുടെ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ബാല, അവൻ എന്താ പറഞ്ഞ്? തരികിട അവനുണ്ടല്ലോ, അടുത്ത ആഴ്ച പൈസ തരാമെന്നാണ് പറയുന്നത്, ഓരോ ദിവസം ഓരോ ഉടായ്പ്. എന്തായാലും പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, പക്ഷേ അവന് ഞാൻ വരച്ച വരയിൽ എത്തിക്കും രാമേട്ടാ. നീ എന്താ ഉദ്ദേശിച്ചത്? നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വിളിക്കും. അവസാനം നെട്ടോട്ടം ഓടും പൈസയ്ക്ക് വേണ്ടിയിട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അയാൾക്ക് ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവസാനം അയാൾ എന്താ ചെയ്യുക? വരും എൻ്റെ അടുത്ത്, വന്ന് എൻ്റെ കാലി വീണ് മാപ്പ് പറയും. സത്യങ്ങളെല്ലാം അയാൾ തുറന്നു പറയണം എൻ്റെ മുന്നിൽ. അയാളെ കൊണ്ട് തന്നെ ഞാൻ അയാളുടെ തരികിട പണികളും കള്ളത്തരങ്ങളും എല്ലാം ഞാൻ തുറന്നു പറയിക്കും. അതാണ് എൻ്റെ ഏക ഉദ്ദേശം. വേണം ബാല, അങ്ങനെ തന്നെ വേണം എന്ന് രാമേട്ടനും അതുപോലെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആകെ ടെൻഷനായി നിൽക്കുന്ന നമ്മുടെ ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ശ്രീകല വരുവാണ്. ശ്രീകല വന്നിട്ട് ചോദിക്കണം, എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് പറയാനടി, ചിലർക്ക് ആർത്തി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ്. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർക്ക് ആർത്തി. എന്താ കാര്യം പറ. ബാലൻ ഇപ്പോൾ വീണ്ടും വിളിച്ചിരുന്നു, 10 ലക്ഷം രൂപ കൊടുക്കാമെന്നു പറഞ്ഞില്ലേ, അതിപ്പോൾ ചോദിച്ചും കൊണ്ട്. അയ്യോ, നിങ്ങൾ എവിടെ നിന്ന് എടുത്തുകൊണ്ടിട്ട് കൊടുക്കും മനുഷ്യ? നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ ഇതൊക്കെ വിളിച്ച് പറയുന്നത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു പോയില്ലേ. ഒരു കാര്യം ചെയ്യും, ഞാൻ അറിയാതെ വല്ലതും എൻ്റെ ആനന്ദിനോട് അങ്ങനെ പൈസ ചോദിച്ചിരുന്നോ? നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ പേരിൽ ദേവി നമ്മളോട് പിണങ്ങുകയും ചെയ്തിരുന്നല്ലോ. എടി, എന്നാൽ പിന്നെ ഞാൻ അവനോട് ചോദിച്ചില്ല. കള്ളം പറയല്ലേ മനുഷ്യ, നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ അവനോട് പൈസ ചോദിച്ചിട്ടുണ്ടാവും. അപ്പം തന്നെ പെട്ടെന്ന് ഉദയഭാനു ഒരു വളിച്ച ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. കണ്ടോ, അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, നാണമില്ലാത്ത മനുഷ്യൻ. ചോദിച്ചോ മനുഷ്യ നിങ്ങൾ? എടി, ഞാനൊരു ദിവസം അവനെ വിളിച്ച് ചോദിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ചയാണ്. അത് ശരി, എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞു 10 ലക്ഷം രൂപയല്ലേ, ഞാൻ തരാമെന്ന്. അങ്ങനെ ആണോ? ആനന്ദ് തരാമെന്ന് പറഞ്ഞോ? പറഞ്ഞടി. എന്നിട്ട് എന്നെ അവിടെ ഒരു സ്ഥലത്ത് സിറ്റിയിൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞാനുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഞാനിതൊന്നും നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, നിൻ്റെ വായിലിരിക്കണം കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് എന്തായി? കാശ് കിട്ടിയോ മനുഷ്യ? നീ പറയുന്നത് മുഴുവനും കേൾക്കടി.
എന്നെ അവിടെ വിളിച്ചു. ഞാൻ വല്ല വിധനെ ഈ 7ാമത്തെ നിലയുടെ മുകളിൽ ചെന്ന് വലിഞ്ഞു കയറി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ആനന്ദിൻ്റെ കയ്യിലൊരു കവറും ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് എന്നോട് ഇങ്ങോട്ട് നീട്ടി. ആഹാ, അപ്പം പൈസ കിട്ടിയല്ലേ? പൈസ കിട്ടിയില്ല, പറയണ കേക്ക്. അത് കവറ് കണ്ടപ്പോൾ ഞാൻ കരുതി അത് കാശാണെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് കൈ നീട്ടിയപ്പോൾ ബുക്ക് തുറന്ന് നോക്കിയപ്പോഴല്ലേ അതിനകത്ത് എന്തായിരിക്കണമെന്നറിയോ? ഗാന്ധിജിയുടെ സത്യാന്വേഷണ ആ ബുക്ക്. അയ്യോ, അതായിരുന്നോ? എന്തിനാ എനിക്കറിയില്ല. അപ്പം അത് വായിച്ച് കള്ളത്തരമെല്ലാം ചെയ്തതെല്ലാം ഒരു പരിഹാരമാവും, നന്നാവാൻ നോക്കാൻ എന്നോട് പറയുന്നവൻ. പിന്നെ അവൻ പറയുന്നുണ്ടേ അവന് അപ്പോൾ അഗ്നിപൂജയുടെ വ്രതവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹിംസ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇല്ലെങ്കിൽ എന്നെ അവിടുന്ന് പിടിച്ച് തള്ളി താഴെ ഇട്ടേനെ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താനെ ചാടിച്ചത്തോളാൻ എന്നോട് പറയുന്നവൻ. ഷോ, എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? എന്നെ അവൻ ചതിച്ചടി. പൈസയും തന്നില്ല, ഒന്നും തന്നില്ല. ആകെ നാണം കെട്ട് ഞാൻ തിരിച്ച് വരേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ ഉദയഭാനു ഭാര്യയോട് പറയണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താ പറഞ്ഞോ? ഉള്ള കാര്യങ്ങൾ സത്യം, ഇത്രയും നാൾ നമ്മൾ ചെയ്തെല്ലാം സത്യമായിട്ട് ആ ബാലൻ്റെ മുന്നിൽ ചെന്ന് പറ. അയാൾ നല്ലൊരു മനുഷ്യനാണ്. എന്തായാലും മറ്റുള്ളവരെ പോലെയൊന്നുമല്ല. സത്യവും നീതിയും ഒക്കെ കൊണ്ടുനടക്കുന്ന നല്ലൊരു മനുഷ്യൻ. നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. ഒന്ന് പൊടി അങ്ങോട്ട്. ഇത്രയും കാലം ഇതുവരെ കൊണ്ടെത്തിച്ചു ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞ് എല്ലാം കൊണ്ട് കുഴിയിൽ തള്ളിയിടാനാണോ? അവസാനം കൊണ്ട് കല ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് എത്തിയത്? എന്തൊക്കെയായിരുന്നു? എന്നിട്ട് ഒന്നുമില്ലെന്ന് ബാലൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ കാലി പിടിച്ച് സത്യം പറയണമെന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും ആയിക്കോന്ന്. അയാൾ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. ദേവമംഗലത്താണെങ്കിൽ ധർമ്മൻ ഇങ്ങനെ റൂമിലേക്ക് കയറി വരുമ്പോൾ സുകന്യ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പൂട്ടുവാട്ടോ. ധർമ്മം വിചാരിക്കുന്നുണ്ട് സുകന്യ എവിടെ പോവുകയാണ്? നീ എന്താ ഇങ്ങനെ പിണങ്ങി പോകുന്നത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോ, അതിന് പരിഹാരം ഉണ്ടാക്കാം. നീ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ അളിയനും ചേച്ചിക്കൊക്കെ വിഷമാവില്ലേ? അത് ശരി. ഞാൻ പോയാൽ അവർക്ക് വിഷമമാവുന്നതാണ് നിങ്ങൾക്ക് വിഷമമല്ലേ? ഭാര്യ പിണങ്ങിപ്പോയാൽ ഭർത്താവിനൊരു വേദനയില്ല? എടി, വേദനയുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്താ ചെയ്യുക? ഇവിടെ ഇപ്പോൾ എന്ത് പ്രശ്നത്തിലാണ് നീ ഇവിടുന്ന് വീട് വിട്ട് പോകുന്നത്? ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയെല്ലാം എടുത്ത് ഹാളിലേക്ക് വരുവാണ്. തൊട്ട് പറക്കിയ ഗോമതി വന്നിട്ടുണ്ട്, മീനാക്ഷിയും ഇത്രയും അനുമോളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇവിടെ പ്രശ്നം? ഗോമതി ആകെ ടെൻഷനായി. ധർമ്മനോട് ചോദിക്കുമ്പോൾ ധർമ്മം പറഞ്ഞിട്ട് എനിക്കറിയില്ല ചേച്ചി, എന്താണെന്ന് അവൾ തുറന്ന് പറയണമില്ല. പക്ഷേ ഗോമതി ചോദിക്കണം, എന്താ നിന്നെ ഇവിടെ ആരെങ്കിലും വിഷമിക്കുക എന്തെങ്കിലും പറയുകയോ ചെയ്തോ? എന്നിട്ട് നേരെ മീനാക്ഷി, നീ എന്തെങ്കിലും പറഞ്ഞു? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. മിത്രയോടും അനുമോളോടും ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അനുമോൾ നേരെ നമ്മുടെ അവരുടെ അടുത്തേക്ക് ചെന്ന് സൂര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കണം, ചേച്ചി നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? പ്രശ്നം എനിക്കാണ്. എൻ്റെ ഈ പ്രശ്നം എനിക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ, നിങ്ങൾക്കൊന്നും വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അങ്ങനെയല്ല ചേച്ചി, എന്തെങ്കിലും മിണ്ടാന്നിട്ട് കാര്യമില്ലല്ലോ, തുറന്നു പറ, എന്താ കാര്യം? നമുക്കത് പരിഹരിച്ചൂടെ? അതാ പറഞ്ഞത്, ഞാൻ തന്നെ പരിഹരിക്കണം, നിങ്ങൾക്കൊന്നും പരിഹരിക്കാനാവില്ല, എന്നാൽ തുറന്നു പറ. ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലൻ അങ്ങോട്ട് വരും കേട്ടോ. ബാലൻ നോക്കുമ്പം ബാഗും പെട്ടിനൊക്കെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻ അന്തം വിട്ട് നോക്കിയിട്ട്, എന്താ ഇത്, എന്താ കാര്യം? അല്ല, അത് പറഞ്ഞോ, എവിടെയെങ്കിലും പോകുന്നുണ്ടോ ധർമ്മ? നിങ്ങൾ ടൂർ എങ്ങാനും പോകുന്നുണ്ടോ? ബാഗ് എടുത്ത് വെച്ചിരിക്കുന്നു. അല്ല അളിയ, അത് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി വന്ന് പറഞ്ഞിട്ടുണ്ട്, ബാലേട്ടാ എന്താണെന്നറിയില്ല, സുകന്യയ്ക്ക് ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞിട്ട് പാക്ക് ചെയ്ത്. എന്താ സുകന്യ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് എന്താ പ്രശ്നം? കാര്യം പറഞ്ഞോ എന്ന് ബാലൻ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് ബാലനോട് പറയാം, പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ സുകന്യ ഇങ്ങനെ നേരെ അടുത്തേക്ക് വന്നിട്ട് ബാലൻ്റെ കൈ അങ്ങോട്ട് പിടിക്കുക കേട്ടോ. ആ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ബാലനെ അന്തം വിട്ട് എല്ലാവരും നോക്കുകയാണ് എന്താണ്. എന്നിട്ട് ബാലനെ വിളിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി പോവുകയാണ്. എല്ലാവരും കൂടെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇതെന്തോന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. എന്നിട്ട് തൊട്ട് പറക്കെ എല്ലാവരും ചെന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം, അതെ ഗോമതി ചേച്ചിയും ബാലേട്ടനും എന്നോട് ക്ഷമിക്കണം. എന്തിനാ ക്ഷമിക്കുന്നത്? അല്ല, ഇന്നു മുതലേ നിങ്ങൾ തന്നെ ഈ മുറിയിൽ കിടക്കണം, അതുകൊണ്ട് ഞാൻ ഇറങ്ങിത്തന്നതാ. അയ്യോ, അതൊന്നും വേണം, ഞാൻ വന്നു കയറിയതാണ്, ഞാനാണ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത്. പക്ഷേ ഞാനത് മനസ്സിലാക്കിയില്ല. ഇപ്പം ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഗോമതി ചേച്ചിയും അതുപോലെ ചേട്ടനും ഇവിടെ ഇനി പുറത്ത് കിടക്കേണ്ട ആവശ്യമില്ല, നമ്മളങ്ങോട്ട് മാറിക്കിടന്നോളാം. അതല്ല, മുകളിൽ റൂം കിട്ടുമല്ലേ, അത് കഴിയുന്നവരെ നിങ്ങളിവിടെ കിടന്നോ, അത് കഴിയുമ്പോൾ നമുക്ക് മാറിയാൽ പോരെ? അതൊന്നും പറ്റില്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, ധർമ്മേട്ടനെ കൂടെ തീരുമാനമാണ്. ധർമ്മ അന്തം വിട്ട് നിൽക്കുക, ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ ധർമ്മനെ. നമ്മൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനം തന്നെയാണെന്ന് പറയാം. അത് ശരി. പക്ഷേ ബാലൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വേണ്ട, സാരമില്ല, അതൊക്കെ വേണം. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ
എന്നോടുള്ള സ്നേഹവും മറ്റുള്ളവർക്കുള്ളതെല്ലാം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. പക്ഷേ ഞാനിതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ ഈ ബെഡ്റൂമിൽ തന്നെ കിടന്നാൽ മതി എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ധർമ്മൻ അവസാനം മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേ മീനാക്ഷി, മിത്രേ, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കാണുന്നത് പോലെ തന്നെയല്ലേ ഇവരെന്നെയും കാണുന്നത്? എന്നെ സ്വന്തം അനിയത്തി പോലെയാണ് ഗോമതി ചേച്ചി കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന വാക്കിന് ഇവർ വില കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ കേൾക്കണ്ടേ? മീനാക്ഷി പറ, മിത്ര പറ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവരും അങ്ങ് സ്നേഹത്തോടുകൂടി ചെന്നിട്ട് പറയണം, അല്ല സുകന്യ ചേച്ചി അങ്ങനെ പറയുവാണെങ്കിൽ നല്ല കാര്യം തന്നെയല്ലേ, സാരമില്ല, അമ്മ അച്ഛൻ ഇനി ഇവിടെ കിടക്കുക, ചേച്ചി പറയുന്നത് കുറച്ച് അംഗീകരിച്ച് കൊടുക്കാമല്ലോ, ഇത്ര സ്നേഹത്തോടെ പറയല്ലേന്ന്. അങ്ങനെ ഇവരങ്ങ് അംഗീകരിച്ച് കൊടുക്കുക, ശരിയെന്ന്. അപ്പോഴാണ് ധർമ്മം പറയണത്, ഇനി എല്ലാവരുടെ മുന്നിൽ ഞാനൊരു സത്യം പറയട്ടെ. എന്താണ്? അല്ല, ഇപ്പോൾ സുകന്യ പറഞ്ഞില്ലേ ഞാനും കൂടെ ചേർന്നിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന്. പക്ഷേ ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇവള് സ്വന്തമായിട്ട് എടുത്തതാണ്. അപ്പത്തിന് സുകന്യ ചമ്മി പോണുണ്ട്. ഇവള് ബാഗും കിടക്കൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കരുതിയേ പെട്ടെന്ന് ധർമ്മൻ്റെ വാവുത്തിയിട്ട് സുകന്യ പിന്നെ മിണ്ടണ്ട, പറയണ്ട, അതെ ഏട്ടൻ വിചാരിച്ചു ഞാൻ പോവുകയാണെന്ന്. അതിന് നമ്മൾ തമ്മിലിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് പോകുന്നത്? അത് ഞാൻ ഈ മുറി അങ്ങോട്ട് മാറി തന്നതാണ് കേട്ടോ, നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ തന്നെ കഴിയണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഷോപ്പിങ്ങിലാണ് സുകന്യ. പക്ഷേ ബാലൻ അങ്ങോട്ട് ഒരു സംശയം തോന്നുന്നുണ്ട്, പെട്ടെന്ന് ഒരാളിങ്ങനെ മാറുമോ? അതും എല്ലാ കാര്യത്തിലും ബാലൻ ഭയങ്കരമായിട്ട് സംശയിക്കുന്നുണ്ട്. എന്തോ ഇതുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാൻ കേട്ടോ. ബാലൻ്റെ സംശയം വീണ്ടും ഇവിടെ സുകന്യെ വല്ലാതെ ആക്കുന്നുണ്ട്. സുകന്യ വീണ്ടും എല്ലാവരെയും വിളിച്ചു നിർത്തി, നിങ്ങളും കൂടെ ഈ ബാലേട്ടനോട് പോയി പറയണം, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന്. അങ്ങനെ ഓരോരുത്തരും പോയി പറഞ്ഞു, അച്ഛാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയട്ടെ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റേ വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്